തൃശൂർ പീച്ചി സ്റ്റേഷനിലെ മർദ്ദനത്തിൽ അന്നത്തെ SI PM രതീഷിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ്. അഡീഷണൽ SP K ശശിധരൻ അന്വേഷണ റിപ്പോർട്ടിലാണ് ശുപാർശ ഉള്ളത്. മർദ്ദനത്തെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സർക്കുലർ ഇന്ന് ന്യൂസ് മലയാളം പുറത്തുവിട്ടു. പോലീസ് മർദ്ദനത്തിലെ പരാതിക്കാരനായ KP ഔസേപ്പും ആദ്യ പരാതിക്കാരും ആരോപണ പ്രത്യാരോപണം തുടരുകയാണ്. ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പ് പുറത്തുവിട്ട ഈ CCTV ദൃശ്യങ്ങളാണ് കോളിളക്കമുണ്ടാക്കുന്നത്. പീച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് 2023 അന്നത്തെ SI PM രതീഷാണ് ഹോട്ടൽ ജീവനക്കാരനെയും ഔസേപ്പിന്റെ മകനെയും തല്ലിയത്. ഇക്കാര്യത്തിൽ SIയുടെ ഭാഗത്ത് ഗുരുതര പിഴവ് സംഭവിച്ചുവെന്നാണ് അഡീഷണൽ SP KA ശശിധരന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. കർശന നടപടി ഉണ്ടാകണമെന്നും ജനുവരിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യം കൂടി പുറത്തു വന്നതോടെ നടപടി വൈകില്ല. അന്ന് പീച്ചി SI ആയിരുന്ന രതീഷ് ഇപ്പോൾ പ്രൊമോഷൻ കിട്ടി കടവന്ത്ര SHO ആണ്. അതുകൊണ്ട് നോർത്ത് സോൺ IG റിപ്പോർട്ട് സൗത്ത് സോൺ IGക്ക് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ ദൃശ്യങ്ങളെയും അതിന്റെ ആഘാത ശേഷിയെയും കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരത്തെ ബോധ്യമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖകൾ. ADGP S ശ്രീജിത്തിന്റെ സർക്കുലറാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് സേനയുടെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ജില്ലാ പോലീസ് മേധാവികൾക്ക് ADGP സർക്കുലർ അയച്ചത്. സ്റ്റേഷൻ മർദ്ദനത്തിന് പിന്നാലെ സംഭവങ്ങളുടെ ചുരുളഴിയുന്നത് ഇങ്ങനെയാണ്. 2023 മെയ് 24 ലാലീസ് ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ പാലക്കാട് വണ്ടാഴി സ്വദേശിയായ ദിനേശും സഹോദരപുത്രനായ ജിനേഷും എത്തി. ബിരിയാണി വെന്തില്ലെന്ന് പറഞ്ഞ് ഇരുവരും തർക്കിച്ചതോടെയാണ് പ്രശ്നം തുടങ്ങിയത്. ഇതോടെ ഹോട്ടൽ ജീവനക്കാർ തല്ലിയെന്നും ബിരിയാണി വായിൽ കുത്തി തിരുകിയെന്നും ദിനേശും ജിനീഷും പറയുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടു. ഇതിനെക്കുറിച്ചുള്ള പരാതിയെക്കുറിച്ച് ചോദിക്കാനാണ് ഹോട്ടൽ ഉടമ ഔസേപ്പിനെയും മകനെയും ജീവനക്കാരെയും പീച്ചി SI PM രതീഷ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഇതിനിടെയാണ് രതീഷ് രണ്ടുപേരുടെ മുഖത്ത് തല്ലുന്നത്. രതീഷിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും വരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് ഔസേപ്പ് പറയുന്നത്. SI നേരിട്ടാണ് മർദ്ദിച്ചത്. പക്ഷേ ഇവരെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്നത് ഈ അവിടുത്തെ പോലീസുകാരായിരുന്ന ഒരു മകേഷുണ്ട്, യൂസഫുണ്ട്, പിന്നെ 2-3 പോലീസുകാരുണ്ട്. ഞാനതിൽ പരാതിയിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രേഡ് SI ജയേഷ് അടക്കം 5ഓളം പേര് ഇതിൽ കുറ്റക്കാരാണ്. ഇങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ളവരെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടണം. തീർച്ചയായിട്ടും ഈ കുറ്റം ചെയ്ത ഈ SI രതീഷിനെ ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ഈ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ക്രമസമാധാന പാലം നടത്തുന്ന ഈ സർക്കിൾ ഇൻസ്പെക്ടർ രതീഷിനെ അടിയന്തരമായിട്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇതിന് കൂട്ടുനിന്ന ഞങ്ങളുടെ ജീവനക്കാരെ മർദ്ദിക്കാൻ കൂട്ടുനിന്ന ആ പോലീസ് സ്റ്റേഷനിലെ 5ഓളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കെതിരെയും നടപടി ഉണ്ടാകണം. അവരെയും സർവീസിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിനേശും ജിനീഷും നൽകിയ ആദ്യ പരാതി ഒത്തുതീർപ്പാക്കാൻ 5 ലക്ഷം രൂപ നൽകിയെന്നും ഔസേപ്പ് ആരോപിച്ചു. പണം കൈമാറുന്ന ദൃശ്യവും ഔസേപ്പ് പുറത്തുവിട്ടു. എന്നാൽ ദിനേശും ജിനീഷും പറയുന്നത് മറിച്ചാണ്. 5 ലക്ഷം രൂപ തന്നിട്ട് അല്പം മാറിയപ്പോൾ പണം തിരികെ വാങ്ങി. ആശുപത്രി ചെലവിനുള്ള പണം മാത്രമാണ് തന്നത് എന്നും ദിനേശ് പറഞ്ഞു. പീച്ചി SI രതീഷ് ന്യായം നോക്കിയാണ് ഇടപെട്ടത്. ഹോട്ടൽ ഉടമയുടെ പക്ഷം ചേരാൻ SI തയ്യാറായില്ല. എന്നാൽ മണ്ണുത്തി CI ഷുക്കൂർ ഹോട്ടൽ ഉടമയുടെ പക്ഷം ചേർന്ന് ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും ദിനേശ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മണ്ണൂത്തിലെ CI എന്റെ വീട്ടിൽ വന്ന് എന്നെ അതിരൂക്ഷമായി തെറി പറഞ്ഞ് എന്റെ വീട്ടിലെ അലമാരൊക്കെ തല്ലിപ്പൊളിച്ച് അലമാരൊക്കെ തുറന്ന് 5 ലക്ഷം രൂപ എവിടെ ചോദിച്ചു. മണ്ണൂത്തിൽ CI പറഞ്ഞു, നീ ഇത് ഏറ്റെടുത്തോ, നിന്നെ വെറുതെ വിട്ടാക്കാ പറഞ്ഞു. എന്നിട്ട് എന്നെ അടിച്ച് ചെവിക്കല്ലിൽ കൂടി ചോര വന്നു. എന്നെ അടിച്ച് നിലത്തിട്ട് അയാളുടെ ഷൂട്ട കാലുകൊണ്ട് എന്നെ ചവിട്ടി ഞെരിച്ച് ഔസേപ്പും ആ ഡ്രൈവറും അവിടെ നിന്ന് ചിരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വാവിട്ട് കരയായിരുന്നു. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നേരിയ തോതിൽ സംഘർഷമുണ്ടായി. ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.
UDF ഭരണകാലത്ത് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ക്രൂര പീഡനങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച് SFI മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോട് കോന്നി CA ആയിരുന്ന മധു ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നാണ് ആരോപണം. അന്ന് മർദ്ദിച്ച പോലീസുകാരന് ഭരണം മാറി 10 കൊല്ലമാകാറായിട്ടും ആരാണ് സംരക്ഷണം ഒരുക്കുന്നതെന്ന ചോദ്യവും ജയകൃഷ്ണൻ ഉയർത്തുന്നുണ്ട്. കണ്ണിലും മൂക്കിലും മുളക് സ്പ്രേ ചെയ്യുകയും ചെവിയുടെ ഡയഫ്രം അടിച്ചു തകർക്കുകയും ചെയ്തെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. 2012 ഒക്ടോബർ 12-നായിരുന്നു SFI നേതാവായ ജയകൃഷ്ണൻ തണ്ണിത്തോടിന് പോലീസ് മർദ്ദനമേൽക്കുന്നത്. അന്ന് കോന്നി CA ആയിരുന്ന മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോന്നി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമർദ്ദനത്തിനിരയാക്കുകയായിരുന്നു. കാൽപാദം അടിച്ചുപൊട്ടിച്ചു, ചെവിയുടെ ഡയഫ്രം അടിച്ചു തകർത്തു, മുഖത്തും ദേഹമാസകലവും മുളക് സ്പ്രേ ചെയ്തുവെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നെ സെല്ലിനുള്ളിലേക്ക് കയറ്റുകയും എൻ്റെ വസ്ത്രങ്ങളാകെ അഴിച്ചു മാറ്റി എൻ്റെ കാലിൻ്റെ വെള്ള നിരവധി തവണ ലാത്തികൾ കൊണ്ട് അടിച്ച് കാലിൻ്റെ വെള്ള പൊട്ടിച്ചു. ഇന്നും എൻ്റെ കാലിൽ അതിൻ്റെ പാടുകൾ അവശേഷിക്കുന്നുണ്ട്. അതിനുശേഷം എന്നെ കമഴ്ത്തി കിടത്തി ഷൂ വിട്ട് നിരവധി തവണ ചവിട്ടി എൻ്റെ മുഖം മുറിഞ്ഞു, എൻ്റെ ചെവി അടിച്ചു, ഡയഫ്രം പൊട്ടിച്ചു, ചെവിക്കകത്തുനിന്ന് ചോര വന്നു. ഇതെല്ലാം അന്ന് ദൃക്സാക്ഷികൾ കണ്ടതാണ്. അപ്പോൾ അത് ഭീകരമായ മർദ്ദനമായിരുന്നു. ശേഷം 3 മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. സംഭവത്തെക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി മധുബാബുവിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ജയകൃഷ്ണൻ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലാണ് ജയകൃഷ്ണൻ പോലീസ് മർദ്ദനത്തെക്കുറിച്ച് ആദ്യം തുറന്നെഴുതിയത്. ന്യൂസ് മലയാളം, പത്തനംതിട്ട. പോലീസിന്റെ ക്രൂരതയുടെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവിന്റെ പരാതിയിൽ 2 വർഷമായിട്ടും ഒരു നടപടിയുമില്ല. കുറ്റിക്കാട്ടൂർ സ്വദേശി മാമു കോയയ്ക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്ന് മർദ്ദനമേറ്റ സംഭവത്തിൽ നീതി നിഷേധിക്കപ്പെട്ടത്. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് മാമു കോയ ന്യൂസ് മലയാളത്തോട് തുറന്നു പറയും. 2023 ഡിസംബർ 23-ന് കുറ്റിക്കാട്ടൂർ യത്തീംഖാനയിൽ വെച്ച് മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവായ മാമു കോയയുടെ മുഖത്ത് അന്നത്തെ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ K. സുദർശൻ അടിക്കുന്ന ദൃശ്യമാണിത്. യത്തീംഖാനയുടെ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടാണ് സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം യത്തീംഖാനയിലെത്തിയത്. യത്തീംഖാനയുടെ കേസുമായി ബന്ധമില്ലാത്ത തന്നെ അവിടെ നിന്ന് അകാരണമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുകയായിരുന്നുവെന്ന് മാമു കോയ പറയുന്നു. ACP K. സുദർശന്റെയും CI ബെന്നിലാലിന്റെയും നേതൃത്വത്തിലാണ് മർദ്ദിച്ചത്. കുറ്റിക്കാട്ടൂർ യത്തീംഖാനയിൽ കോഴി വിതരണം ചെയ്യുന്നത് മാമു കോയയാണ്. പതിവ് പോലെ ഇറച്ചി വിതരണത്തിനെത്തിയതായിരുന്നു മാമു കോയ. പ്രാദേശിക നേതാവായ മാമു കോയ പോലീസിനെ കണ്ട് വിവരമറിയാൻ പോയതായിരുന്നു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ മാമു കോയയെ അസഭ്യം പറയുകയും മുഖത്തടിച്ച് റോഡിലൂടെ വലിച്ചു കൊണ്ടുപോവുകയുമായിരുന്നുവെന്നാണ് പരാതി. പേര് മാമുക്കോയല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മാമുക്കോയാണ്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. அவங்க വരണം തന്നെ പറഞ്ഞു. വരണമെങ്കിൽ എൻ്റെ കയ്യിൽ സമൻസോ എന്തെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്യാനുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്താ അതുണ്ടെങ്കിലേ വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു പൊതുപ്രവർത്തകനാണെന്ന് പറഞ്ഞ് കയ്യിലും ഇവരിൻ്റെ തലക്കാണ് അടിച്ചത്. പക്ഷെ അത് തലക്കടിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒഴിഞ്ഞ് മാറുന്നവരാണ് വീണ്ടും ഇവർ കൂടി അടിച്ചത്. ആദ്യം അടിച്ചത് സുദർശന്, പിന്നെ ബെന്നി, പിന്നെ പോലീസുകാർ പിടിച്ച് വെച്ചിട്ട് ആ കിണർ ഭാഗമാണ്. അവിടെ കിണറും കുറഞ്ഞ ഒഴിഞ്ഞ സ്ഥലവും ബിൽഡിങ്ങൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ അന്നേരം ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്നെ വെച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ചിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ടാണ് പിന്നെ എന്നെ ഇങ്ങനെ ചെവിൻ്റെ ഭാഗം അടിച്ചിട്ട് അന്ന് പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിക്കാണ്ട് അതിൻ്റെ റിപ്പോർട്ടും കാര്യമൊക്കെ അന്ന് ഞാൻ പരാതി പറയുമ്പോൾ കൊടുത്തില്ല. അത് കിട്ടിയിട്ട് അന്ന് പാടം ചെറുങ്ങനെ പൊട്ടുണ്ടായിനി. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച മാമു കോയയെ പ്രതിയല്ലെന്ന് കണ്ട് പോലീസ് വിട്ടയച്ചു. പോലീസ് മർദ്ദനത്തിൽ മാമു കോയയുടെ ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ലാത്തിയടിയിൽ കാലിനും പരിക്കേറ്റു. ഞാനുണ്ടായിന് അവിടെ സംഭവ സ്ഥലത്ത്. പക്ഷെ ബാക്കിൽ നിന്ന് പിന്നേരം കണ്ടില്ല. പക്ഷെ കുറച്ചിങ്ങോട്ട് മുന്നോട്ടെത്തിയപ്പോൾ പോലീസ് ഒരടിച്ച് ചെവിക്ക് അടിച്ച് വരുന്ന സൗണ്ട് വരെ കേൾക്കുന്നുണ്ട്. നല്ല അടിച്ച് വരുന്നതും അടിക്കണതും കണ്ട വിശ്വാസിയാണ് ഞാനത് കണ്ടത്. പോലീസ് മർദ്ദനത്തിനെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയെങ്കിലും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പരാതി സ്വീകരിക്കുക പോലും ചെയ്തില്ല. പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. അതിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് മാമു കോയ പറഞ്ഞു. പോലീസ് മർദ്ദനത്തിന് ശേഷം വർഷങ്ങൾക്കിപ്പുറം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മാമു കോയ. തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് മാമു കോയയെ മർദ്ദിച്ച സംഭവവും ചർച്ചയാവുന്നത്.
മാമുക്കോയ പറയുന്നു തനിക്കും നീതി വേണം. ന്യൂസ് മലയാളം, കോഴിക്കോട്.